സമാനമായൊരു വാർത്തയിലേക്കാണ്. കുസാറ്റ് ക്യാമ്പസിന് പുറത്തെ സ്വകാര്യ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ ഇന്ന് കണ്ടെത്തി. ചീഫ് സെക്യൂരിറ്റി ഓഫീസറോട് വൈസ് ചാൻസലർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എറണാകുളം പുതുവൈപ്പ് സ്വദേശി ദർശന കേസാണ് മരിച്ചത്. കഴിഞ്ഞ വർഷം സിവിൽ എഞ്ചിനീയറിംഗ് 3-ാം വർഷം പൂർത്തിയാക്കിയ ദർശന ഇയർബാക്ക് ആയതിനെ ചൊല്ലി കഴിഞ്ഞ ഒരു വർഷം കോളേജിൽ എത്തിയിരുന്നില്ല. കുസാറ്റിലെ വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു സ്വകാര്യ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നത്. ഷബാസ് അഹമ്മദിനോട് ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ. ഷബാസ്, മറ്റൊരു ആത്മഹത്യ കൂടി ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അവർക്ക് താങ്ങാൻ കഴിയാത്ത എന്തൊക്കെയോ മാനസിക സമ്മർദ്ദം ഇതിലൂടെ അങ്ങ് ഒടുക്കിക്കളയാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു മരണത്തിന് പിന്നിൽ എന്താണെന്നാണ് മനസ്സിലാവുന്നത് ഷബാസ്? ഷിയാസ, ഈ പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ അന്വേഷിച്ച് വരികയാണ്. ഇപ്പോഴെന്തായാലും പ്രാഥമികമായി മനസ്സിലാവുന്നത് കഴിഞ്ഞ വർഷം ഈ കുട്ടി ഇയർ ബാക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ വിഷമത്തിലാണ് ഈ പുതുവൈപ്പ് സ്വദേശിയായിട്ടുള്ള ദർശന കേസ് എന്ന കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് കുസാറ്റ് ക്യാമ്പസിന് പുറത്തുള്ള ഒരു ഹോസ്റ്റലിൽ വെച്ച് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ കുട്ടിക്ക് സപ്ലിമെന്ററി പരീക്ഷ ഇന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 3-ാം വർഷം പൂർത്തിയാക്കിയതായിരുന്നു. പിന്നീട് ക്രെഡിറ്റ്സ് കുറവായതുകൊണ്ട് ഇയർ ബാക്ക് ആയിക്കൊണ്ട് ഈ കുട്ടി ഈ പഠനം ഇടയിൽ വെച്ച് മുടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ഈ കുട്ടി കോളേജിൽ എത്തിയിട്ടില്ല എന്നാണ് കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്ന് ഈ കുട്ടിക്ക് സപ്ലിമെന്ററി പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയ്ക്ക് എത്താത്തതിനെ തുടർന്നാണ് സഹപാഠികൾ ഈ കോളേജ് ക്യാമ്പസിന് പുറത്തുള്ള സ്വകാര്യ ഹോസ്റ്റൽ മുറിയിലേക്ക് അന്വേഷിച്ചെത്തുന്നത്. അപ്പോഴാണ് മുറി പൂട്ടിയതായി കാണുന്നത്. പിന്നീട് ഈ വാതിലിന്റെ ലോക്ക് പൊളിച്ച് അകത്തെത്തിയപ്പോഴാണ് ഈ ദർശനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ കൂടെയുള്ള സഹപാഠികൾ, അതായത് ഈ കുട്ടിയുടെ ഒപ്പം പഠിച്ചിരുന്ന ബാച്ചിന്റെ സെന്റ് ഓഫ് ഈ സ്വകാര്യ ഹോസ്റ്റലിൽ നടന്നിരുന്നു. ആ സെന്റ് ഓഫിനൊന്നും ഈ കുട്ടി പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ ഒരു വർഷമായി ഇയർ ബാക്ക് ആയി പഠനം മുടങ്ങിയിട്ടും വീട്ടിൽ പോകാതെ തന്നെ ആ ഹോസ്റ്റലിൽ തുടരുകയായിരുന്നു. അതിന്റെ വലിയൊരു വിഷമം ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഇന്നലെ ഈ കുട്ടിയുടെ കൂടെ പഠിച്ച മറ്റു കുട്ടികൾ സെന്റ് ഓഫ് ആഘോഷിക്കുന്നതോട് കണ്ടപ്പോൾ വലിയ വിഷമം, വലിയൊരു മാനസിക സമ്മർദ്ദം ഈ കുട്ടിക്ക് ഉണ്ടായി. അതിന്റെ പേരിൽ ഒരു ആത്മഹത്യ നടന്നു എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി തന്നെ മനസ്സിലാകുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ഈ വിഷയത്തിൽ തന്നെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറോട് കുസാറ്റിന്റെ വൈസ് ചാൻസലർ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും ഈ മരണത്തിന് പിന്നിൽ കാരണങ്ങളുണ്ടോ എന്ന കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പോലീസും പ്രാഥമികമായി തന്നെ ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമാണ് ഈ കുട്ടിയുടെ മരണത്തിന് പിന്നിലെ കാരണം എന്തെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഇപ്പോഴെന്തായാലും ഒരു പരീക്ഷ മുടങ്ങി, അല്ലെങ്കിൽ ഈ പരീക്ഷ തോറ്റുകൊണ്ട് ഇയർ ബാക്ക് ആയി എന്നൊരു കാരണത്തിന്റെ പേരിലാണ്, ഒരു നിസാര കാരണത്തിന്റെ പേരിലാണ് ഈ കുട്ടി ഒരു ആത്മഹത്യ ചെയ്യുന്നത്. കാര്യങ്ങളാണ് ഒന്നിന്റെയും അവസാനമല്ല എന്ന് മനസ്സിലാക്കാൻ, പെട്ടെന്ന് അത്തരത്തിലൊരു ചിന്തയിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സമയവും കടന്നു പോകും എന്നാണ് ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്ര മാത്രമേ പറയാനുള്ളൂ.